that they're sexy. It's advertising, not art. And if you didn't know, sex sells. I want to thank you for a wonderful evening. ഫയൽ അടച്ചു വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? വാന്നേ, വാ. അങ്ങോട്ട് നോക്കിക്കേ, ആ സീൻ എന്ത് രസാണെന്ന്. അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഫയൽ അടച്ചു വെച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ വൃത്തികെട്ട സീൻ കാണാൻ വേണ്ടിയായിരുന്നോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും 24 മണിക്കൂറും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കെട്ടികളെ കുറിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? എനിക്ക് വേണ്ടി സമയം ചെലവാക്കാൻ ഒട്ടുമില്ല നിങ്ങൾക്ക്. പകല് മുഴുവൻ കേസും കോടതിയുമായിട്ട് നടന്നിട്ട് രാത്രി വന്ന ഫയലും പുസ്തകമായിട്ട് ഗുസ്തി മറിച്ചല്. ഇതെന്തൊരു ജീവിതമാണ്? നിനക്കെന്താ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നം? നീ വലിയ ആഡംബരത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത്. സകല സൗഭാഗ്യങ്ങളും ഞാൻ നിനക്ക് തരുന്നില്ലേ? നിന്റെ ഈ സന്തോഷകരമായ ജീവിതം വേറെ ഏത് സ്ത്രീകൾക്കാ ലഭിക്കുക? അത് മനസ്സിലാക്കാത്തെന്താ? അയ്യോ, അതുകൊണ്ടായില്ല. ഒരു ഭാര്യ സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ഇതൊന്നും പോരെന്നേ. പണം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രധാന കാര്യം. ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നാലേ നമ്മുടെ ദൈനംദിന കാര്യത്തിന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പണമില്ലാന്നുണ്ടെങ്കിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. സ്വന്തം ഭാര്യയായ നീ പോലും വകവെക്കില്ല. ശരി, ഈ ഫയല് നോക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് സമ്മതിച്ചു. നിനക്ക് വേണ്ടതെല്ലാം തരുന്നില്ലേ? തരുന്നില്ലെന്നോ? അതുകൊണ്ടായില്ലല്ലോ. എനിക്ക് വേറൊന്നും വേണ്ടേ? നിനക്കിനി എന്താ വേണ്ടത്? ഈ ഓവർ ആക്ടിങ് എനിക്ക് പിടിക്കാത്തത്. സമ്പാദിക്കുന്ന കാലത്തെ നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റൂ. സമ്പാദിച്ചില്ലെങ്കിൽ അവസാന കാലം തെണ്ടേണ്ടി വരും. അത് ആസ്വദിക്കാനായിട്ട് നിങ്ങളെന്താ എനിക്ക് പിള്ളേരെ തന്നിട്ടുണ്ടോ? ഓഹോ, നിന്റെ ഈ തർക്കികളൊന്നും നിർത്തുവോ? എനിക്ക് കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. നീ ഒന്ന് പോയി കിടന്നേ. അതെ അതെ, നിങ്ങൾക്ക് കേസും കോടതിയാ മുഖ്യം. പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ആ പുസ്തകത്തെ തന്നെ കെട്ടായിരുന്നില്ലേ? അല്ല, നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? ഇത് വല്ല പാട് തന്നെ. കെട്ടിയ പെണ്ണിനെ സന്തോഷിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ല, ആഗ്രഹമില്ല. വിധി, അതല്ലേ വഴിയുള്ളൂ. പ്രിയേ, എന്റെ വിലപ്പെട്ട സമയം നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയമുണ്ട്. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാൻ എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. എനിക്കല്ല ഭ്രാന്ത്, അത് നിങ്ങൾക്കാ പണഭ്രാന്ത്. ഏയ്, വാട്ട് ആർ യു ഡൂയിങ്? എന്താ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ദൈവമേ, ഈ ഡോക്യുമെന്റ്സ് ഞാൻ എന്ത് ചെയ്യും? കഷ്ടം. കാണിക്കണ കാലം നേരം നോക്കാതെ. ഇതിലെന്ത് നോക്കാനാ? അതല്ല ഞാൻ. നീ ഇവിടെ തന്നെയുണ്ടല്ലോ, പിന്നെന്താ? അമ്പലത്തില് എനിക്ക്. അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്. അയ്യോ വേണ്ട, ഇത് സന്ധ്യാസമയാ. ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട സമയം. നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അയ്യോ, ഈ മൂഡ് വരും നേരത്തെ അവളുടെ ഡയലോഗ്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ സഹിക്കും? തപസ് ചെയ്തിരുന്നോ? നേരം വെളുത്തോളൂ. എന്നും ഉറങ്ങാൻ എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ വിധി. എന്റെ ദൈവമേ, എന്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ. തുളസി, തുളസി, സമയം 12 നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ?
എത്ര നേരമായെന്നറിയാം ഞാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കണു. വാ, ആഹാരം കഴിക്കാം. ഞാൻ ആഹാരം കഴിച്ചിട്ടാ വന്നേ. ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ സ്വഭാവം മാറുക. നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയത്? ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ള വിചാരേ ഇല്ല. 24 മണിക്കൂറും ജോലി ജോലി തന്നെ. എന്നെ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ? എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചു തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കുടുംബനാഥനായി എന്റെ അടുത്തിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. നീ എപ്പോഴും എങ്ങനെയാ പറയൂ? എപ്പോഴും നിനക്ക് നിന്റെ കാര്യം തന്നെയാ വലുതും. ഛേ, എന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ നിനക്ക്. ഗുഡ് നൈറ്റ്. ഹായ് ഹണി. ഹായ്. എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റ്? കൊള്ളാം. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചേ? ഓ, ഐ ആം സോറി ഹണി, കുറച്ച് ലേറ്റ് ആയി. എത്ര സമയം വന്നിട്ട്? 3 മിനിറ്റായി. മനസ്സിലായോ? ഓ മൈ ഗോഡ്, നിന്റെ ബ്ലൂ കോസ്റ്റ്യൂം എന്തേ ഹണി? അത് കാണാതെ പോയിന്നേ. അയ്യോ, എന്തൊരു ബാഡ്. ഇങ്ങനെ സംസാരിച്ചാ മതിയോ? റെഡി ആവുന്നില്ലേ? അതിനാണോ പ്രയാസം? ജസ്റ്റ് 2 seconds. വാവ്, സൂപ്പർ. ഇപ്പൊ ചുള്ളനായി. Then okay. Come on. Lights off. മോഡലിങ്ങിനും ആക്ടിങ്ങിനും ആളുകൾ ആവശ്യമുണ്ട്. ഞാൻ വരട്ടെ. ബൈ. എവിടേക്കാ? ഞാൻ മോഡലിങ്ങിന് പോവാ. മോഡലിങ്ങോ? ഓ സോറി. എന്തെങ്കിലും ആശ്ചര്യത്തോടെ നോക്കുന്നേ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. എനിക്കെന്താ സൗന്ദര്യം ഇല്ലേ? പേഴ്സണാലിറ്റി ഇല്ലേ? അതല്ല കാര്യം. നിനക്കിവിടെ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? പണവും വേണ്ടത്ര അന്തസ്സൊക്കെ ഉണ്ടല്ലോ. പൈസയെക്കുറിച്ച് അന്തസ്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെ പോലുള്ള വലിയ മനുഷ്യരാ. കാശ് സമ്മതിക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ മോഡലിങ്ങിന് പോകാൻ തീരുമാനിച്ചത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. എനിക്ക് മോഡലിംഗാ ഇഷ്ടം. ഇതുവരെ ഞാനൊന്നും നേടിയിട്ടില്ല. എന്നാൽ ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ട്. എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ എനിക്ക് ഇപ്പോഴും അവസരം കിട്ടിയത്. ഞാനെന്തിനാ അത് പാഴാക്കുന്നത്? പ്രിയങ്കേ, നീ ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ എന്താ? സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു അഡ്വക്കേറ്റാ ഞാൻ. എന്റെ കുടുംബത്തിന് അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മോഡലിംഗ് എന്ന് പറഞ്ഞ് പോയാലുണ്ടല്ലോ, എന്റെ സ്റ്റാറ്റസ് എന്താകും? ഞാൻ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും? നിന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഐ എം സോറി. ആരും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിന് സമ്മതിക്കാറുമില്ല. എനിക്ക് എന്താണ് ഇഷ്ടം ഞാനത് ചെയ്യും. അത് തെറ്റായാലും ശരിയായാലും. പ്രിയങ്ക, ഇതത്ര ശരിയായ കാര്യമല്ല. നിന്റെ പിടിവാശി കളയണം. നോക്കൂ, ജീവിതം വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് ഈ യൗവനം അതിലും ചെറുതാണ്. എന്റെ ജീവിതം വെറുതെ ഇങ്ങനെ പാഴാക്കി കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്രിയങ്ക, ദാറ്റ്സ് നോട്ട്. നിങ്ങളുടെ വാദമൊക്കെ കോർട്ടിലായിക്കോ. എന്റെ അടുത്ത് വേണ്ട. ഞാൻ പോവാ. ബൈ. എക്സ്ക്യൂസ് മീ. യെസ്. MD ശ്രീധർ സർ. ദാ അവിടെ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. Yes. ഇവിടുത്തെ MD. Yeah, what do you want? ഗുഡ് മോർണിംഗ് സർ. Morning. ഇരിക്ക്. താങ്ക് യു സർ. എനിക്ക് മോഡലിംഗിൽ താല്പര്യമുണ്ട്. Photographs please. ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അഡ്രസ് തരാം സർ. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ജൂഹു സ്ട്രീറ്റ്, റോഡ് നമ്പർ 5, പ്ലോട്ട് നമ്പർ 6. Are you joking? ഇത് എന്റെ അഡ്രസ് തന്നെയാണല്ലോ. ഇത് ജോക്കല്ല. എന്റെ അഡ്രസ് തന്നെയാ പറഞ്ഞത്. സാറിന്റെ അഡ്രസ് ഞാൻ എങ്ങനെ പറയാനാ? വാട്ട് ഇസ് സിമിലാരിറ്റി? ബൈ ദ ബൈ, നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, എക്സെട്രാ എക്സെട്രാ. നിങ്ങളുടെ ഹിപ്പിന്റെ ലെവൽ? എന്റേത് 6/x ആണ്. 6/6ഓ? യു ഫണ്ണി. 6/x. വാട്ട് ഇസ് സർപ്രൈസ്. നമ്മൾ അടുത്തടുത്താണല്ലേ? നമ്മൾ ഇത്ര അടുത്തായിരുന്നിട്ടും ക്ലോസ് ആകാൻ വൈകി പോയി. എനിവേ വി ആർ ലക്കി. ഐ ആം ഫീലിംഗ് സോ ഹാപ്പി. റിയലി? എന്റെയും സെയിം ഡയലോഗാ.